പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശൻ ഒരു പോരാളിയുടെ വേഷം സ്വയം അണിയാൻ ശ്രമിക്കുന്നുണ്ട്. സ്ത്രീകൾക്കെതിരെ ഇത്രയും മോശമായി പെരുമാറിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്താൻ മുൻകൈയെടുക്കുന്നത്, അതിനുവേണ്ടി കോൺഗ്രസിൽ പോരാടുന്നത് ഞാനാണ് എന്ന പരിവേഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് വി.ഡി. സതീശൻ. എന്നാൽ വി.ഡി. സതീശൻ ഒരു കാര്യം മറന്നുപോകുന്നു. അദ്ദേഹത്തിന് ലഭിച്ച പരാതി എന്തിനാണ് അദ്ദേഹം മൂടിവയ്ക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഉയർന്നു വന്ന പരാതികളെ സംബന്ധിച്ച് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് പ്രത്യേക ടീമുണ്ട്, പ്രത്യേക സംഘമുണ്ട്. ആ സംഘത്തിന് മുന്നിൽ എന്തുകൊണ്ടാണ് വി.ഡി. സതീശൻ അദ്ദേഹത്തിന് ലഭിച്ച പരാതി കൈമാറാത്തത്? ഇനി വാക്കാൽ പറഞ്ഞ പരാതിയാണെങ്കിൽ എന്തുകൊണ്ട് അക്കാര്യം പ്രതിപക്ഷ നേതാവാണ്, ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളാണ്, എന്തുകൊണ്ട് അദ്ദേഹം അക്കാര്യം ക്രൈംബ്രാഞ്ചിനോട് പറയുന്നില്ല? ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത ഞെട്ടിക്കുന്നതാണ്. ഒരു IAS ഉദ്യോഗസ്ഥ അടക്കം 4 സ്ത്രീകൾ വി.ഡി. സതീശനോട് പരാതി പറഞ്ഞിരുന്നു. രേഖാമൂലം പരാതി കൊടുത്തിരുന്നോ, അതല്ല വാക്കാൽ കൊടുത്ത പരാതിയാണോ, വാക്കാൽ പറഞ്ഞതാണോ എന്ന കാര്യം അവിടെ നിൽക്കട്ടെ. അക്കാര്യം പറയേണ്ടത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. അദ്ദേഹം അത് പറയുന്നില്ല. അദ്ദേഹം മാറി മാറി നടക്കുന്നു. വിവരങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട്. വി.ഡി. സതീശനോട് റിനി ആൻഡ് ജോർജി എന്ന യുവനടി 3 വർഷം മുമ്പ് പരാതി നൽകിയിരുന്നു. അന്ന് മറച്ചു പിടിക്കുക മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൂടെ നിർത്തി MLA വരെയാക്കി വി.ഡി. സതീശൻ. അതിന് പിറകിൽ വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ കൈയുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ, VT ബൽറാം, അബിൻ വർക്കി തുടങ്ങിയ യുവ നേതാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ വി.ഡി. സതീശൻ നിർണായകമായി ഇടപെടൽ നടത്തിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ, രാഷ്ട്രീയ നേതാവിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ശരിയായ തീരുമാനമാണ്. പക്ഷേ അതിൽ അദ്ദേഹത്തിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടും അദ്ദേഹം മറച്ചു പിടിച്ച ഒരു കാര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയുള്ള പരാതി. ആ പരാതി എന്തിന് അദ്ദേഹം മറച്ചു പിടിച്ചു? ആ ചോദ്യത്തിന് ഉത്തരം അദ്ദേഹം പറയുന്നില്ല. ഇപ്പോഴോ പുറത്തു വന്ന വാർത്തയനുസരിച്ച് അദ്ദേഹത്തിന് ലഭിച്ച പരാതി 4 സ്ത്രീകൾ നൽകിയ പരാതിയാണ്. അതിലൊരു IAS ഉദ്യോഗസ്ഥ പോലുമുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. എന്തുകൊണ്ടാണ് അതിൻ്റെ വിവരങ്ങൾ വി.ഡി. സതീശൻ അന്വേഷണ സംഘത്തിന് കൈമാറാത്തത്? അദ്ദേഹം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാനിതാ പോരാടുകയാണ്, കോൺഗ്രസിൽ സ്ത്രീകൾക്ക് എതിരെ നടക്കുന്ന നീക്കങ്ങൾക്കെതിരെ ഞാനിതാ പോരാടുകയാണ്, കോൺഗ്രസിലെ മാത്രമല്ല കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി ഞാനിതാ നിലകൊള്ളുകയാണ് എന്ന പരിവേഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം സ്വയം ചിന്തിക്കുകയും കേരളത്തിലെ ജനങ്ങളോട് മറുപടി പറയുകയും ചെയ്യേണ്ട വിഷയമാണ്. എന്തുകൊണ്ടാണ് ഈ പരാതികൾ ക്രൈംബ്രാഞ്ചിന് കൈമാറാത്തത് എന്ന്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ഈ ആരോപണങ്ങൾക്ക് പുറകിൽ ആദ്യമായി ആരോപണം ഉന്നയിച്ചത് റിനി ആൻഡ് ജോർജി എന്ന യുവനടിയാണ്. വി.ഡി. സതീശൻ്റെ കുടുംബ സുഹൃത്താണ്. വി.ഡി. സതീശനെ പിതാവിനെ പോലെ കാണുന്ന ആളാണ്. പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. അവർ പരസ്യമായി പറഞ്ഞതിന് പിറകിൽ വി.ഡി. സതീശൻ തന്നെയാണ് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടാകുമോ? ഇല്ല. വി.ഡി. സതീശൻ അറിയാതെ അവർ ഒരിക്കലും മാധ്യമങ്ങളെ കാണില്ല. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, അറിയാതെ പറഞ്ഞു പോയതാണ് ആദ്യത്തെ ഇൻ്റർവ്യൂ എങ്കിൽ സ്വാഭാവികമായും അവർ പിന്നീട് മാധ്യമങ്ങളെ കാണുന്നതിൽ നിന്ന് മാറി നിൽക്കും. പക്ഷെ ചെയ്തില്ല. എല്ലാ മാധ്യമങ്ങൾക്കും അവർ അഭിമുഖം നൽകി, വിശദമായി സംസാരിച്ചു. ആ ഘട്ടത്തിൽ കുടുംബ സുഹൃത്തായ യുവനടിയുമായി ഒരു ബന്ധവും പുലർത്തിയിട്ടില്ല വി.ഡി. സതീശൻ എന്ന് ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ? ഇല്ല. കോൺഗ്രസിൽ തന്നെ ആരും വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്തിന് വി.ഡി. സതീശൻ രംഗത്ത് വന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ? അതറിയണമെങ്കിൽ കോൺഗ്രസിൽ നടക്കുന്ന വലിയ ഗ്രൂപ്പ് വഴക്കിൻ്റെ ഒരു ഭാഗം പറയേണ്ടി വരും. കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള അടി കോൺഗ്രസിൽ നടക്കുന്നുണ്ട്. സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് ആ അടിയിൽ ഒന്നാമത് നിൽക്കേണ്ടത്. പക്ഷേ വി.ഡി. സതീശനെ മാറ്റി നിർത്തി കെ.സി. വേണുഗോപാൽ അടക്കമുള്ളവർ കേരളത്തിലെ കളത്തിൽ ഇറങ്ങി കളിക്കാൻ തുടങ്ങി. കെ.സി. വേണുഗോപാൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കൂടെ നിർത്തി, ഷാഫി പറമ്പിലിനെ കൂടെ നിർത്തി എന്ന് വെച്ചാൽ യുവജന നേതൃത്വത്തെ മുഴുവൻ കൂടെ നിർത്തി. അതിന് ഉദാഹരണമായിരുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നാം കണ്ടത്. അർദ്ധരാത്രി PV അൻവറെ കാണാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി. പറഞ്ഞില്ല
വി.ഡി. സതീശനോട്. വി.ഡി. സതീശൻ പിറ്റേന്ന് പൊട്ടിത്തെറിച്ചു. ചെയ്തത് തെറ്റാണ്, അതൊരിക്കലും അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മുതിർന്ന നേതാവിൻ്റെ പിന്തുണയില്ലാതെ മധ്യസ്ഥ ചർച്ചയ്ക്ക് പോകുമോ? ഒരിക്കലും പോകില്ല. ആ മുതിർന്ന നേതാവ് കേരളത്തിലെ ഒരു നേതാവായിരിക്കാൻ ഒരു സാധ്യതയുമില്ല. അത് കെ.സി. വേണുഗോപാൽ തന്നെയാണ്. കെ.സി. വേണുഗോപാലിൻ്റെ ചിറകിനടിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും അടക്കമുള്ള യുവജന നേതാക്കൾ മാറി. തൻ്റെ കൂടെയുണ്ടായിരുന്ന, തൻ്റെ ഇടങ്കയും വലങ്കയുമായി പ്രവർത്തിച്ചിരുന്ന യുവജന നേതാക്കൾ മുഴുവൻ തന്നെ കൈവിട്ട് കെ.സി. വേണുഗോപാലിൻ്റെ ചിറകിനടിയിലേക്ക് പോകുന്നത് കണ്ട് ദുഃഖിതനായ വി.ഡി. സതീശൻ്റെ പ്രതികാരമാണ് നടന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇടക്കാലത്ത് അദ്ദേഹം അതിൽ നിന്ന് ഞാനല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഞാൻ തന്നെയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ്. പ്രസ് വൺ TV ആദ്യം ഒരു വാർത്ത നൽകിയിരുന്നു, ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ പിതാവ് തന്നെയാണ് എന്ന്. റിനിയാൻ ജോർജ് പറഞ്ഞത് എൻ്റെ പിതാവിനെ പോലെയാണ് വി.ഡി. സതീശൻ എന്നാണ്. അതുകൊണ്ട് വി.ഡി. സതീശൻ തന്നെയാണ് ഈ ആരോപണത്തിന് പിറകിൽ. അതിൻ്റെ കാരണം യുവജന നേതാക്കൾ വി.ഡി. സതീശനെ കൈവിട്ട് കെ.സി. വേണുഗോപാലിനോടൊപ്പം ചേർന്നതാണ് എന്ന് കൃത്യമായും പറഞ്ഞിരുന്നു പ്രസ് വൺ TV. അത് വലിയ വാർത്തയായി മാറുകയും ചെയ്തിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ആ വാർത്ത കാണുകയും ചെയ്തിരുന്നു. അത് ശരിയാണ് എന്ന് തെളിയിക്കുന്ന ഇടപെടലാണ് ഇപ്പോൾ വി.ഡി. സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴും വി.ഡി. സതീശൻ എന്തുകൊണ്ടാണ് ഈ 4 സ്ത്രീകളുടെ പരാതി അന്വേഷണ സംഘത്തിന് കൈമാറാത്തത് എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഒന്നുകിൽ വി.ഡി. സതീശന് രേഖാമൂലം പരാതി ലഭിച്ചിട്ടുണ്ടാകില്ല, വാക്കാൽ നൽകിയ പരാതിയായിരിക്കും. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം അന്വേഷണ സംഘത്തിന് അത് കൈമാറാതിരിക്കുന്നത്. പക്ഷേ ക്രിമിനൽ കുറ്റമാണ് അദ്ദേഹം ചെയ്യുന്നത്. പൊതുസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. അദ്ദേഹം എങ്ങനെയാണ് ഇക്കാര്യം അന്വേഷണ സംഘത്തെ കൈമാറാതിരിക്കുന്നത്? ചിലപ്പോൾ ഈ പരാതി പറഞ്ഞ സ്ത്രീകൾ തന്നെ പുറത്ത് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടാകാം. അതുകൊണ്ടാകാം ചിലപ്പോൾ അത് പറയാതെ അദ്ദേഹം എനിക്ക് കിട്ടിയ വിവരം, എനിക്ക് ലഭിച്ച ബോധ്യം അത് കോൺഗ്രസ് നേതാക്കൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് നിലപാട് സ്വീകരിക്കുന്നത്. ആ നിലപാടിന് എതിരെ അലകടൽ അലയടിച്ചു വന്നാലും മാറില്ല എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയായിരിക്കും. ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും, കോൺഗ്രസിനകത്ത് വലിയ തരത്തിൽ ഗ്രൂപ്പ് വഴക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ മുൻനിർത്തി ഇപ്പോൾ നടക്കുന്നുണ്ട്. കോൺഗ്രസ് രണ്ടായി തിരിഞ്ഞിട്ടുണ്ട്. ഒരു ഗ്രൂപ്പ് വി.ഡി. സതീശനോട് ഒപ്പം നിൽക്കുന്നവരാണ്, മറ്റൊന്ന് എതിർ ഗ്രൂപ്പ്. എതിർ ഗ്രൂപ്പ് പറയുന്നത് ഇത്ര വലിയ പ്രശ്നമാക്കേണ്ടതുണ്ടോ ഈ വിഷയം എന്നാണ്. കാരണം ഭരണപക്ഷത്തും ഇതേ ആരോപണം ഉയർന്ന, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണം ഉയർന്ന MLA-മാരുണ്ട്. അവർ ഇപ്പോഴും ഭരണപക്ഷത്തിരിക്കുന്നുണ്ട്. പ്രതിപക്ഷത്ത് നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും അത്തരമൊരു ആരോപണം ഉയർന്നു വന്നാൽ എന്തിന് രാജിവെക്കണം, എന്തിന് സഭയിൽ പങ്കെടുക്കാതിരിക്കണം, ഭരണപക്ഷത്തുമുണ്ടല്ലോ എന്ന ചോദ്യം ഉയർത്താം. ആ ചോദ്യം കോൺഗ്രസ് ഉയർത്തുകയും ചെയ്തിരുന്നു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അത് പറയുകയും ചെയ്തിരുന്നു. എന്തിന് സഭയിൽ പങ്കെടുക്കാതിരിക്കണം, നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരിക്കണം, എന്തിന് രാജിവെക്കണം, ഈ ചോദ്യമൊക്കെ ചോദിക്കുകയും ചെയ്തിരുന്നു. അതിന് KPCC പ്രസിഡന്റിനും കോൺഗ്രസ് നേതാക്കൾക്കും ഫലം നൽകിയത് ഭരണപക്ഷത്തിരിക്കുന്ന MLA-മാരാണ്. ആ ചോദ്യം ശരിയായ ചോദ്യവും കൂടിയായിരുന്നു. പക്ഷേ ആ സമയത്ത് വി.ഡി. സതീശൻ അല്പം പുറകോട്ട് വന്നിരുന്നു. പിന്നീട് വി.ഡി. സതീശനെതിരെ സൈബർ ആക്രമണം കടുത്ത ഘട്ടത്തിലാണ് അദ്ദേഹം വീണ്ടും ഒരു പോരാളിയെ പോലെ സ്ത്രീകളുടെ, അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ, അതല്ലെങ്കിൽ ധാർമ്മികതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാനിതാ പോരാടുന്നു എന്ന പരിവേഷം സ്വീകരിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോഴും വി.ഡി. സതീശൻ്റെ കള്ളക്കളി പുറത്തു വരികയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ലഭിച്ച പരാതിയുടെ വിവരങ്ങൾ പുറത്തുവിടാത്തത്? എന്തുകൊണ്ടാണ് അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ കൈമാറാതിരിക്കുന്നത്? അതിന് ഉത്തരം പറഞ്ഞിട്ട് മതി. ഞാനിതാ ധാർമ്മികതയ്ക്ക് വേണ്ടി നിലകൊള്ളുകയാണ് എന്ന വി.ഡി. സതീശൻ്റെ ഈ പരിവേഷം സൃഷ്ടിക്കാനുള്ള ശ്രമം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുവാൻ